Hello and welcome to our new vlog. And ഇന്നാണ് കുറേ നാൾക്ക് ശേഷം കഴിഞ്ഞിട്ടുള്ള and I'm very excited food challenge. Yes guys, and അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. That is Korean food challenge for 24 hours. Yes guys, ഈ ചാലഞ്ച് എടുക്കാനായിട്ട് ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഈ ചാലഞ്ച് എങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അല്ലാണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. നമ്മുടെ മറ്റേ ചാനലിൽ നമ്മൾ കൊറിയൻ ഫുഡ് ചാലഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഒരു 2-3 കൊല്ലത്തിന് മുമ്പ്. അതും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹോം കുക്ക്ഡ് ആയിട്ടുള്ള കൊറിയൻ ഫുഡ് ചാലഞ്ച് ആയിരുന്നു. ഓത്തന്റിക് ആയിട്ടുള്ള കൊറിയൻ ഐറ്റംസ് ആണ് ഗൈസ് ഓർഡർ ചെയ്ത് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇവനോ കഴിക്കാൻ പോണത്. സോ യെസ്, ഐ എം വെരി എക്സൈറ്റഡ്. എനിക്കറിയാം നിങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുടല് കരിഞ്ഞിട്ട് പോയാൽ ബിക്കോസ് സമയം 9:30 ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ പോയി കഴിക്കാം. ലെറ്റ്സ് ഗോ. ബ്രേക്ക്ഫാസ്റ്റ് മുമ്പിലുണ്ട് ഗൈസ്. ആർത്തി കൂടുന്നു. നമുക്ക് വേഗം കഴിക്കാം. സോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമുക്ക് ഇവിടെ ഉണ്ട് ഗിംബാപ്പ്. അതാണ് ഇതിനെ പറയാട്ടെ. ആക്ച്വലി ഞാൻ വിചാരിച്ചത് സൂഷി കൊറിയൻ ഡിഷ് ആണെന്നുള്ളത്. ബട്ട് എങ്ങനെ ഞാൻ ഈ തെറ്റിദ്ധാരണ കൊണ്ട് നടന്നു? ബിക്കോസ് ഞാൻ എത്ര പ്രാവശ്യം ഷിൻചാൻ തന്നെ സൂഷി കഴിക്കണം കണ്ടിട്ടുണ്ട്. ആൻഡ് ഷിൻചാൻ ഒരു ജാപ്പനീസ് കാർട്ടൂൺ ആണ്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വയറിന് അങ്ങോട്ട് ഷോക്ക് വരുന്നത്. ഇത്രയും ദിവസം ഡയറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് പെട്ടെന്ന് എന്താ പറ്റിയെന്നുള്ളത് വരരുത്. സോ ഞാൻ ഒരു ട്വിസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ നാട്ടിൽ വെച്ച് മേടിച്ചിട്ടായിരുന്നുണ്ട് ഈ ഒരു ചോപ്സ്റ്റിക്, വുഡൻ ചോപ്സ്റ്റിക്കിന്റെ ഈ ഒരു സെറ്റ്. ഇതുവരെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഉപയോഗിച്ചാലോ? ബിക്കോസ് അന്ന് പോലെ അങ്ങനെ ആലോചിച്ചിരിക്കും ഇനി എന്തെങ്കിലും ഞാൻ അയ്യോ അത് അപ്പുറം ഉണ്ട്. ഓ ലോട്ട്സ് ഓഫ്. ഇത് 1 ടൈം യൂസ് ആണ്. നോ, നമ്മൾ കഴുകി യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ കൊറിയൻ ഫുഡ് എന്തെങ്കിലും ഒത്തന്റിക് ആയിട്ടുള്ള ചെയ്യുമ്പോഴേ ചോപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന വിചാരിച്ചു. എനിക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെ പിടിക്കണം എന്നുള്ളത്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഒരു ട്യൂട്ടോറിയൽ നോക്കാം. ഹമ്പ് ഓവർ ചോപ്സ്റ്റിക്. ഓക്കെ, ഇത് ഇങ്ങനെ പിടിച്ചു. ഇനി ഇതിനെ എങ്ങനെ തുറന്നും പൂട്ടലും ചെയ്യും. ഇങ്ങനെ വിരല് ഓക്കെ. ഓ, അവരെ സമ്മതിക്കണമല്ലേ, വെറുതെ അല്ല. അവരിങ്ങനെ കഴിക്കണം. ഞാൻ ഓബിന്റെയൊക്കെ കഴിക്കണം. അതിനകത്ത് പർപ്പിൾ കളറിന്റെ ക്യാബേജ് ഒക്കെ ഉണ്ട് കേട്ടാ. ലുക്ക് സോ ഗുഡ്. ആൻഡ് വെജിറ്റേറിയൻ ആട്ടെ. ലെറ്റ്സ് ട്രൈ. എനിക്ക് ഇപ്പുറത്തെ കൈ കൊണ്ട് ഒരു സപ്പോർട്ടും വേണം. ഓക്കെ പോയി. ഓക്കെ, ഇവിടെ ഉണ്ട് നമ്മുടെ വിറയ്ക്കുന്ന ഗിംബാം. ദൈവമേ വീഴരുതേ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ കിംചി ഉണ്ട്. ആൻഡ് ഇവിടെ സോയ സോസ് ഡിപ്പാന്ന് തോന്നണു. അറിഞ്ഞൂടാ എന്തെന്നാണ്, നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഡിപ്പുമ്പോഴത്തേക്ക് ഇത് മുങ്ങി പോകുന്നു തോന്നുന്നുണ്ട്. വാഴക്ക ഷോ ഇതെന്തൊരു കഷ്ടം. നമുക്ക് നമ്മുടെ രീതി പിടിക്കാന്നേ, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, കുറച്ച് ഡിപ്പ് ചെയ്ത് ഇതിനെയാണ് ഗൈസ് നമ്മൾ പറയാം ഫുഡ് ചാലഞ്ചിന്. ഇതാണ് ആക്ച്വലി ചാലഞ്ചിങ്. മുഴുവൻ മുങ്ങി കുതിർന്നല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് ഇച്ചിരി മാത്രം കണ്ട് അവര് മുക്കാറുള്ളൂ. അയ്യോ, ഇത് പോയി ഗൈസ് ഫുൾ. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. സെക്കൻഡ് ട്രൈ ചെയ്യാം. അത് കഴിക്കും ഞാൻ. കുറച്ച് എന്റെ സോയാ സോസ് ഒന്ന് ഒഴുകി പോട്ടെ. പാവം ഇതുങ്ങളുടെ ഒരു ഗതികേട് എന്റെ കൈ വന്ന് പെട്ടുപോയി. നമുക്ക് ഇനി സൂക്ഷിച്ച് ചെയ്യാട്ടെ. കുറച്ച് ഇതിനൊന്ന് ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ. ഓക്കെ നമ്മളോടാ കളി. എന്നാ ഗൈസ് കഴിച്ച എന്നെ ചുറ്റുള്ള ഈ ഒരു ഷീറ്റില്ലേ, സീവീഡ്, നമ്മൾ നമ്മുടെ മറ്റേ കൊറിയൻ ഫുഡ് ചാലഞ്ചിൽ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ സീവീഡിന്റെ ആ ഒരു ചൊവ വരുന്നുണ്ട്. ബട്ട് ബാക്കിയൊക്കെ ചോറും പിന്നെ അകത്തുള്ള വെജിറ്റബിൾ അതൊക്കെ നോർമലാ. നമുക്ക് ഈ ഒരു സീവീഡ് ഷീറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഗൈസ്. പിന്നെ ഈ ചോറ് എനിക്ക് തോന്നുന്നു അവരുടെ സ്റ്റിക്കി റൈസ് ഇല്ല, അതാണെന്ന് തോന്നുന്നുണ്ട്. എന്നാലും കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സാറ്റിസ്ഫൈ എന്നുള്ള വളരെ ഹെൽത്തി ഫീലിംഗ് വരുന്നുണ്ട്. നമുക്ക് വീണ്ടും കഴിക്കാം. കാരണം ഒരെണ്ണം കൊണ്ട് എനിക്ക് എന്താവാനാ? എനിക്ക് വിശന്നിട്ടും വയ്യ. കൊറിയൻ ഡ്രാമ മാത്രം ഇഷ്ടപ്പെട്ടാ പോലെ പിടിക്കാനാണ്. ഷേം ഓൺ മീ. ഷിൻചാൻ ഫാനാണ് പോലും. ചോപ്സ്റ്റിക്ക് പോലും പിടിക്കാൻ അറിഞ്ഞൂടാ. ഷിൻചാൻ അറിയണ്ട. അയ്യോ വീഴ. ഓ വിരലെടുക്കണ്. എനിക്ക് മസിലൊക്കെ കയറുന്നു വിരലിന്. കിംചി അത് ഒപ്പം കഴിക്കുമ്പോഴേ സ്വാദുള്ളൂ കേട്ടോ. നമുക്ക് ഈ പാവം
മുങ്ങിപ്പോയിനെ കഴിക്കാം. അത് കുതിർന്നു ഗൈസ്, അത് ഉടഞ്ഞു. നമുക്ക് ഇവിടെ 2 സ്പൂൺ. സോയാ സോസ് മുങ്ങി കുതിർന്നെങ്കിൽ പോലും ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഞാൻ 3-ൽ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ ഓക്കെ ഞാൻ മറന്നുപോയി. ഒരു കൈ കൊണ്ട് പിടിക്കണ കാര്യം. സോ ബിഗ് കണ്ട, സീവീഡ് കുറയുന്നത്. എന്റെ സ്കിൻ ഇപ്പോഴേ ഗ്ലാസ് സ്കിൻ ആവുന്നുണ്ട് ഗൈസ്, നോക്കൂ. ഓക്കെ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമുക്ക് ഇവിടെ ഉണ്ട് ഐസ്ഡ് അമേരിക്കാനോ. കൊറിയൻസ് ഇതൊക്കെ കുടിക്കുന്ന ഗൈസ്. അപ്പൊ ഞാൻ മെക്ഡോണൽഡ്സിന്ന് മേടിച്ചതാണ്. ഇപ്പൊ മെക്ഡോണൽഡ്സിൽ ആക്ച്വലി കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് കൊറിയൻ റിലേറ്റഡ് ആയിട്ടുള്ളത്, നമുക്കത് വരുന്നുണ്ട്. പക്ഷെ വൺ ഓഫ് ദ ഐറ്റം ഇസ് ദിസ്. നമുക്കിത് ട്രൈ ചെയ്യാം. സംഭവം വേറെ കോഫിയാണ് ഗൈസ്, കോൾഡ് കോഫി. കട്ടൻ കാപ്പി ഇല്ല, അതിനെ തണുപ്പിച്ചിട്ടുള്ളത്. സോ യെസ്, എങ്ങനെ ഉണ്ട്? നോ മധുരം. ഇതെങ്ങനെ ഇവര് കുടിക്കണ? അയ്യോ, വാഴക്കന്റെ മൂട് മുഴുവൻ പോയി. ഇവര് ശരിക്കും ഇതാണ് കുടിക്കണമെങ്കിൽ ഗൈസ് അവരെ സമ്മതിക്കണം. വെറുതെ അല്ലാട്ട, സ്കിൻ ഇത്രയും നല്ലത്. കാരണം ഫുഡിൽ എത്ര സാക്രിഫൈസ്. ഓ ഗോഡ്. ഇതിന് ഞാൻ പിന്നെ പഞ്ചാര ഇടില്ല ആക്ച്വലി, പക്ഷെ എന്തെങ്കിലും ഹണിയോ അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കുടിച്ചോളാം ഗൈസ്. ഇതെനിക്ക് ഇറങ്ങണില്ല. എന്നാലും എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ വിൽക്കാൻ ഈ കയ്പൊക്ക. ഞാൻ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്തും കൊണ്ട് ഇത്രയും കുടിച്ചിട്ടുണ്ട് കേട്ടാ. അത് മതി, എനിക്കിതേ കൂടി പറ്റൂല. പ്ലീസ് അടയൂ, ദയവ് ചെയ്ത്. ഇത് അടയണില്ല ഗൈസ്, ഞാൻ കുടിച്ച് തീർക്കണം എന്നൊക്കെയാ പറയണേ. നടക്കൂല, അടവ് നടക്കൂല. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ലഞ്ച് കാണാം. ആൻഡ് ഇറ്റ്സ് ലഞ്ച് ടൈം. നമുക്ക് അത്യാവശ്യം ഐറ്റം ഉണ്ടല്ലേ ലഞ്ചിൽ കഴിക്കാനായിട്ട്. അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടെ എന്തെന്നാന്ന്. സോ ഇതാണ് ബിബിംബാപ്, ഇതാണ് മണ്ടു. മണ്ടു എന്ന് പറഞ്ഞാൽ മോമോസ്. ദേ കണ്ടെത്തന്നെ മനസ്സിലാവും, മണ്ടു. ആൻഡ് ഇവിടെ ഉണ്ട് നമുക്ക് ഈ കൊറിയൻ സിട്രസ് ഡ്രിങ്ക് ഇടാ. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ സാധനം കുടിക്കാൻ. ബാക്കി മണ്ടു വരെ നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കൊറിയൻ മൊമോസ് വേറെയാണോ എന്താന്നുള്ളത് നമുക്ക് കഴിച്ചറിയാം എന്താന്നുള്ളത്. പിന്നെ ഇവിടെ നമുക്കുണ്ട് ഈ ബിബിംബാപ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അടിയിൽ കുറെ ചോറുണ്ട്, മുകളില് ഓൾമോസ്റ്റ് നമ്മൾ രാവിലെ കഴിച്ച ഗിംബാപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഇൻഗ്രീഡിയൻസ് തന്നെ ഇതിനകത്ത് കാണുന്നത്. ഒന്ന് ക്യൂക്കംബർ, അത് ഉണ്ടായിരുന്നു. പിന്നെ ഈ പർപ്പിൾ ക്യാബേജ്, അതും നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഇത് പാലക്കാണോ? സ്പിനാച്ച്, പാലക്കാണ് കഴിച്ചത്. കൊറിയൻ ചില്ലി സോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ നടുക്കില്. എന്തായാലും ഇവിടെ കുറെ ബോയിൽഡ് മഷ്റൂംസ് ഉണ്ട്. ആക്ച്വലി ഇന്നത്തെ ഈ ഒരു എന്താ പറയാ ഫുഡ് ചാലഞ്ച് എനിക്ക് എന്റെ ചീറ്റ് ആയിട്ടാ തോന്നിയത്, പക്ഷെ ഒക്കെ ഹെൽത്തി ആണ് ഓൾമോസ്റ്റ് ഇട്ടാ. സോ കൈൻഡ് ഓഫ് ഞാൻ ഭയങ്കര ഹാപ്പിയും കൂടെയാണ് ഗൈസ്. യെസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ബിബിംബാപ്പ് നിന്ന് തുടങ്ങാം. അപ്പൊ ഇതിനെ ഞാൻ എങ്ങനെ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കും നമുക്ക് കുറച്ചൊക്കെ ട്രൈ ചെയ്യാം. പിന്നെ ബാക്കി ഞാനിവിടെ നമ്മളോട് സ്പൂൺ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് പിക്കിൾഡ് ആയിട്ടുള്ളതാന്ന് തോന്നുന്നു. പക്ഷെ ഇങ്ങനെ അച്ചാറിട്ട് വയ്ക്കൂലേ അതുപോലത്തെ ആണെന്ന് തോന്നുന്നുണ്ട് ഇട്ടാ. അതെ, പുഴുങ്ങിയ കുക്കമ്പർ. ഇതൊരു പുതിയ സാധനമുണ്ട്. ഞാൻ ആദ്യമായിട്ട് കുക്കമ്പർ ഇങ്ങനെ പുഴുങ്ങിയതായിട്ടുള്ളത്, അത് എള്ളൊക്കെ ഇട്ട് പുഴുങ്ങിയേക്കാണ് ട്ടാ. സംഭവം കൊള്ളാം. എനിക്ക് തോന്നുന്നു ഈ സോസ് കൂട്ടി കഴിക്കണം എന്ന് തോന്നണു കേട്ടാ. അയ്യോ, ഇത് ഒടുക്കത്തെ ഇത് എങ്ങനെ തിന്നിരിക്കുന്നു. ഇത് കാലത്ത് നമ്മൾ കഴിച്ച സാധനം തന്നെയാന്ന് തോന്നുന്നുണ്ട് കിംച്ചി. സോ ഇതാണ് വെജ് കിംച്ചി ബിബിംബാപ്പ്. ഞാൻ അതുകൊണ്ടാണ് അത് കിംച്ചി വന്നേക്കണം. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത് കേട്ടാ. ഈ പർപ്പിൾ ക്യാബേജ് നമ്മുടെ വീട്ടിൽ എന്ത് പുഴുങ്ങിയാലും എന്ത് എത്രയും ടേസ്റ്റ് വരാത്ത സംഭവം. ഇത് വെറുതെ പുഴുങ്ങിയേക്കണതാ. എനിക്ക് കുറെ ഐഡിയാസ് കിട്ടുന്നുണ്ടാ. ഇനി ഞാൻ നോക്കുക എന്റെ റെസിപ്പീസിലൊക്കെ ഇങ്ങനത്തെ സംഭവം. എന്റെ അടുത്ത് കുറെ വെറുതെ മറ്റേ പച്ച ക്യാബേജ് ഒക്കെ ഇരിപ്പുണ്ട്. അതൊക്കെ ഇനി ഞാൻ പുഴുങ്ങി തിന്നു കഴിച്ചു. ഞാൻ ഈ കൊറിയനോ മഷ്റൂം അതിന്റെ വലിയ കാര്യമില്ല. പാലക്ക് വെറുതെ തിന്നാ എങ്ങനെ ഉണ്ടാവും എന്നാലും നോക്കാലോ. ഒരു പക്ഷെ എല്ലാം നോക്കിയ സ്ഥിതിക്ക് ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും. എന്നാ കഴിച്ച് നിങ്ങൾ അങ്ങനെ വിട്ടുകൊടുക്കണ്ട. അയ്യടാ, ഇവിടെ പാലക്കിനെ ജ്യൂസ് എല്ലാം മനുഷ്യൻ പാടുവിട്ട് കഴിക്കണം. അപ്പഴാ
ഇത് അവസാനം എന്റെ കൈ കഴിച്ചിട്ട് എന്റെ വിരലുകൾ കഴിക്കണം. ആദ്യമായിട്ട് എന്റെ വിരലുകൾ കഴിക്കണം ഫീലിംഗ് എടുക്കണം കേട്ടാ. ഓക്കെ, നമുക്ക് സ്പൂൺ തന്നെ തുടങ്ങാം. സോ നമുക്ക് ഇച്ചിരി ചട്നി എടുത്തിട്ട് കുറച്ച് ഈ കുക്കുംബറും ക്യാബേജും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക്. ഓക്കേ, നമുക്ക് ഒരു കഷ്ണം കിംച്ചിയും കൂടെ വെച്ചു കൊടുക്കാം കേട്ടോ. ഓ, ഇതെന്തെന്നറിയാമോ, കാലത്ത് നമ്മൾ ആ ഗിംബാപ്പ് മുക്കിയ സോയാ സോസ് ഇല്ല, അത് ആദ്യം ഒഴിച്ചിട്ട് ഈ ചോറായിട്ട് മിക്സ്. ഒക്കെ സാധനം സെയിം ആ കൈസ്, ഇവര് രൂപം വേറെ ആക്കണമെന്നുള്ളൂ. എന്തൊരു സിമ്പിൾ ഫുഡാ ഗൈസ്, പക്ഷെ എന്തോ ഒരു ഫ്ലേവേഴ്സ് ആണ്, കുറേ ഫ്ലേവേഴ്സ്. ഈ സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കി ചിലപ്പോൾ വായിക്ക് വെക്കാൻ കൊടുക്കില്ല. ആക്ച്വലി ഞാൻ എങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടാ, അല്ലാണ്ട് എങ്ങനെയാ ഈ പാലക്കൊന്നും അല്ലെങ്കിൽ ഇറങ്ങൂല്ല. ഇതുമോ ഇങ്ങനെ വെച്ചാലേ വല്ല കഴിക്കാൻ പറ്റും. കിംചി അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അതാണ് ഏറ്റവും ഫ്ലേവർ നൽകണം. ഈ കിംചി ഫ്ലേവർ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ അതിനകത്ത് ഏറ്റവും അടിയിൽ സോയ സോസ് ഇല്ലേ, ഇതേ കണ്ടോ ഒരിക്കലേ. ഈ സംഭവം കഴിക്കുന്നത് വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടും കൊണ്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ഫീൽ എടുത്ത് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കണമെങ്കിൽ നമ്മൾ വല്ല ടി വി കണ്ടോ അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും നോക്കി കഴിച്ചാൽ നമുക്ക് ടേസ്റ്റ് തോന്നില്ല. ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഈ മൈൻഡ്ഫുൾ ആയിട്ട് ഈറ്റ് ചെയ്യണം, കഴിക്കണം നമ്മൾ പറയില്ലേ, ഇതിനാണ്. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് കഴിക്കുമ്പോ നല്ല ടേസ്റ്റ്. ഇതില് വേണ്ട നാരങ്ങയൊക്കെ ഫ്ലോട്ട് ചെയ്യണ്ട, എല്ലാരും കുടിച്ചോ. സോഡ ഇല്ലാത്ത ഫാൻറ്റ അല്ലെങ്കിൽ മിറിൻഡ ഉണ്ടാവൂലേ, അതാണ് കഴിച്ച്. ഓക്കെ, ഐ എം റെഡി വിത്ത്. രാവിലെ ഞാൻ കഴുകി വെച്ചിട്ട് ഈ സ്റ്റോപ്പ് സ്റ്റിക്സ് ഒക്കെ. ഓക്കെ, സ്മെല്ലില് കുറച്ച് വ്യത്യാസമുണ്ട്. മണ്ടു കഴിച്ചോ? ഈ ചട്നി ഭാഗം പുറത്തോട്ട് ആക്കണ്ട ഞാൻ, ഇതിപ്പോ പോ കൈ വിട്ട്. തേങ്ങ. സോ ഇതാണ് ഇവരുടെ ഫില്ലിങ്. എനിക്ക് കുറച്ച് ഇതിനകത്ത് തേങ്ങ പോലത്തെ ഫീൽ വരും. എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതുകൊണ്ട് അറിഞ്ഞൂടാ, പക്ഷെ ഇതിനകത്ത് ശരിക്കും ഒരു തേങ്ങയുടെ ഒരു സംഭവം തന്നെ ഉണ്ട്. തേങ്ങയുടെ എന്തായിട്ടും നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ കച്ച് 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 എന്നുള്ളൊരു സംഭവം വരില്ലേ, അത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഈ അച്ചാറ് വളരെ കുറവെടുക്കാവൂട്ട്, ഇച്ചിരി എടുത്തിട്ട് നല്ല എരിവുണ്ട്. അച്ചാർന്ന് സോറി, ഈ സോസ് ഇല്ലേ കുറച്ചെടുക്കാൻ കൂട്ടാ, നല്ല എരിവുണ്ട്. കണ്ടാ ഗൈസ്, ഒടുക്കത്ത സ്പൈസി ആണ്ടാ. ഇത്രയും കൊണ്ട് തന്നെ ഞാൻ എവിടെ പോകാൻ പോണെന്നാണ് ഞാൻ അറിഞ്ഞൂടാ. കാര്യമായ ടേസ്റ്റ് ഒന്നും ഇല്ല ഇത് സത്യം പറഞ്ഞാൽ. ഇതിന്റെ ഒപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ. ലൈമ് കുടിക്കൂലേ, ഇത് കഴിക്കുമ്പോ ഇതാണ് ടേസ്റ്റ്, അത് കഴിക്കുമ്പോ അതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ 9 out of 10 കൂട്ടാം. പിന്നെ ഇപ്പൊ ഈ കഴിച്ചേക്കണ ഈ ഒരു ലഞ്ചിന് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ഞാൻ 9 out of 10. അതർവൈസ് പോളി ഫുഡ് ഗൈസ്, ബിക്കോസ് ഹെൽത്തിന്റെ കാര്യത്തിലും ഇത് അമേസിംഗ് ആ, ടേസ്റ്റിന്റെ കാര്യത്തിലും ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ലഞ്ച് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇനി ഈവനിങ് സ്നാക്സിൽ വെച്ച് കാണാം. 4:30 കഴിഞ്ഞു ഗൈസ്, ഇറ്റ്സ് ഈവനിങ് സ്നാക്സ് ടൈം. സോ ഇതാണ് ഞാൻ പറഞ്ഞത്, മെക്ഡോണൽഡ്സിൽ ഞാൻ മേടിച്ച കൊറിയൻ വെജ് ബർഗർ. ആൻഡ് ഇവിടെ ഉണ്ട് നമുക്ക് കോക്ക്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തില്ല, പക്ഷെ അവർ എനിക്ക് ഫ്രീ ആയിട്ടാണ് തന്നേക്കണം എന്ന് തോന്നുന്നത്. കാരണം ഞാൻ ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാറില്ല. എനിക്കിപ്പോൾ 8, 9, 10 കൊല്ലം കണ്ടായി ഞാൻ ഇതുപോലത്തെ ഐറ്റംസ് കുടിക്കാറില്ല. ഇത് കംപ്ലീറ്റ് ആവണുണ്ട്, ആക്ച്വലി ലുക്ക് കംപ്ലീറ്റ് ആവണുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബർഗർ ടേസ്റ്റ് ചെയ്യാം. ഐ എം വെരി എക്സൈറ്റഡ്. ആൻഡ് ഇവിടെ എങ്ങനെ ക്യൂട്ട് സ്മൈലി, ഞാൻ ഇപ്പൊ നിന്നെ നശിപ്പിക്കുന്നതാണ്. വെയിറ്റ്. ഓക്കെ, ആഫ്റ്റർ എ ലോങ് ടൈം ആണ് ഞാൻ മെക്ഡോണൽഡ്സിന്റെ ആക്ച്വലി ബർഗർ കഴിക്കണത്. കുറെ നാൾക്ക് മുമ്പ് ഞാൻ മഹാരാജ ബർഗർ കഴിച്ചു. സോ ഐ ആം വെരി എക്സൈറ്റഡ് ഫോർ ദിസ്. കാരണം കൊറിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിനകത്ത് വ്യത്യാസം എനിക്ക് മനസ്സിലാവില്ല. എന്റെ അകത്തുള്ള സംഭവം ഇങ്ങനെയുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. യെസ്. എന്താ പറയാ, എനിക്ക് തെറിച്ച എന്റെ മതിലെങ്ങാനും നശിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ എന്തായാലും എനിക്ക് ഇഷ്ടമായി. വാട്ട് എ സർപ്രൈസ്, താങ്ക് യു. ഓക്കെ, നമുക്ക് അവിടെ ബർഗർ എൻജോയ് ചെയ്യാമോ? ഓക്കെ, നിനക്കും വേണോ? അതാണോ കാര്യം? തരൂല്ലേ? എന്നാ ഗൈസ് കഴിച്ചോ, നമുക്ക് എൻജോയ് ചെയ്യാം.
ഓക്കെ, ഇത് ആക്ച്വലി എന്താണെന്നറിയാമോ, കൊറിയൻ മാക് ആലു ടിക്കി ബർഗർ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് കുറവായിരുന്നു. പിന്നെ ഒരു പനീർ വെർഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് മേടിച്ചില്ല. ഇതായിരുന്നു റേറ്റ്. കൊറിയൻ ട്വിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് അറിയാനാണ്. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും തോന്നുന്നില്ല കേട്ടോ, ടു ബി ഓണസ്റ്റ്. വെജ് ബർഗർ ഉണ്ടാവില്ലേ മാക്ഡൊണാൾഡ്സിലെ അല്ലെങ്കിൽ നോർമൽ എവിടത്തെയും, അതുപോലെ തന്നെ എനിക്ക് ഫീൽ ആണ്. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ബട്ട് യാ, ദൈവമേ കൊക്കക്കോളയുടെ ഇനി കറ പറ്റുമോ എന്റെ ടീപ്പോയ്മ. ഞാൻ എന്റെ ടേസ്റ്റ് മറന്നുപോയി. അകത്തത്തെ ഫില്ലിംഗ് സിറ്റുവേഷൻ അങ്ങനെ ഉണ്ട് ഗൈസ്. നിങ്ങളെ കൊതിപ്പിച്ച് ഞാൻ ഏത് ലെവൽ എത്തിച്ചു ഇപ്പൊ. നമുക്ക് ഡിന്നറിൽ വെച്ച് കാണാം നമ്മുടെ ഡിന്നർ. പൊളി ഐറ്റം ഗൈസ്. സോ ഇവിടെ നമുക്കുണ്ട്. ഫൈനലി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇതാണ് ടോക്ബോക്കി. ഇപ്പൊ ഞാൻ എന്റെ പ്രൊണൗൺസിയേഷൻ നോക്കിയതാണ്. ഞാൻ ടിടി ബിയോക്കൈ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത് എനിക്ക് കണ്ടിട്ട് തോന്നുന്ന ഒരുമാതിരി പാസ്ത പോലെ ഉണ്ട്, പക്ഷെ ഇതിന്റെ കഷ്ണങ്ങൾ ഭയങ്കര കട്ടിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. നമ്മുടെ കൊറിയന്റെ സ്പൈസി നൂഡിൽസ് നമ്മൾ കുറെ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ അതുപോലെ. പക്ഷെ ആമസോണിൽ വെജിറ്റേറിയൻ ആയിട്ട് ഒരെണ്ണം പോലും അവൈലബിൾ അല്ലായിരുന്നു. സോ ഈ ഒരു റെസ്റ്റോറൻറ്റ് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. എന്തോ കുറെ മൈദ കഷ്ണങ്ങള് കുറെ എന്താ പറയുക ചൈനീസ് സോസിൽ മുക്കി പരട്ടിയ പോലെ ഒരു ഫീലാ വന്നത്. എന്താ ഗൈസ് കഴിച്ചോ. ഈ ഒരു ടോക്ബോക്കിയുടെ കൂടെ നമുക്ക് ഇവിടെ ഡ്രിങ്ക് ആയിട്ടുണ്ട് കൊറിയൻ യൂസു പോപ്പ് സ്പ്രൈറ്റ്. അഗൈൻ ഇത് ഞാൻ മെക്ഡോണൽഡ്സിന് മേടിച്ചതാണ്. നമ്മുടെ ഇവിടുത്തെ സ്പ്രൈറ്റ് ഞാൻ പറഞ്ഞില്ല കുറെ നാളെ കുടിച്ചിട്ട്. നമുക്ക് നോക്കാം, ടേസ്റ്റ് എനിക്ക് എന്തായാലും ഓർമ്മയുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഇനി പൊട്ടി ഇങ്ങനെ ടൂ ആവും. നമുക്ക് ആദ്യം നിന്ന് തുറന്നു വെച്ചേക്കാം. ഓക്കെ, സാധനമില്ല നമ്മൾ പാത്രം കഴുകണം. എന്താ അതിന്റെ പേര്, വിമ്മ്. അതിന്റെ മണം കേട്ടോ. പിന്നെ അപ്പൊ ആ ഒരു ലെമണി ആ ഒരു ടേസ്റ്റ് അതായിരിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും ഈ സംഭവം ട്രൈ ചെയ്യാം. ഇത് അരിയാണോ സാധാരണ വെച്ച് കഴിഞ്ഞാൽ കൊഴുക്കട്ട ഉണ്ടാക്കൂല നമ്മള്, അതിന്റെ ആ ഒരു ബേസ് പോലെ ഉണ്ട് കേട്ടോ. അരിയാണെന്ന് തോന്നുന്നു. കാരണം ഇതുപോലെ കട്ട കൂട്ടി വെച്ച് മൈദ തിന്നാൻ ആർക്കാ തോന്നാ. ഇത് തോന്നുന്ന അരിയാണെന്ന്. കാരണം അവർക്ക് ഈ അരി എന്നൊക്കെ പറയാൻ മെയിൻ അല്ല. ഒരു കഷ്ണം കഴിച്ചപ്പോഴേക്കും നെഞ്ചി എരിഞ്ചോട് കിട്ടും. ഇതിന്റെ അകത്ത് കണ്ട അതെ ഇതുപോലെ എനിക്ക് അരിയാണെന്ന് തോന്നുന്നുണ്ട്. ചേഴ്സ്. എനിക്ക് എപ്പോഴും ഇതാ പ്രശ്നം, ഈ സോഡ അല്ലെങ്കിൽ കോൾഡ് ഡ്രിങ്ക് കുടിക്കുമ്പോ തന്നെ മുക്കി കയറി. എനിക്ക് അറിഞ്ഞൂടാ ഇത് കുടിക്കും. ഇത് സാധനം ആ സ്പ്രൈറ്റ് ലിംക അതൊക്കെ ഉണ്ടാവൂലേ, അതിനകത്ത് കുറച്ചും കൂടെ അതെന്നുള്ള ഭയങ്കര മധുരമല്ലേ. ഇത് മധുരം ഓക്കെ, പക്ഷെ പുളി ആക്ച്വലി ടേസ്റ്റ് ഉണ്ട് കേട്ടാ. പക്ഷെ പുള്ളി ഞാൻ കുടിക്കൂല. എനിക്ക് ഇതുപോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നാമത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനോട് അഡിക്ഷൻ ഒക്കെ പെട്ടെന്നാ വേണ്ട. എനിക്ക് അതാണ് അതിനോട് ഒരു താല്പര്യം. ഞാൻ ടോക്ബോക്കി ഉള്ള എനിക്ക് ഇഷ്ടം. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കണം ഗൈസ്. രണ്ടുതരം കൊഴുക്കട്ട ഉണ്ട്. ഒന്ന് കടുവറുക്കും, ഒന്ന് തേങ്ങ ശർക്കര അകത്ത് വെച്ച് പുഴുങ്ങണം. ഓക്കെ, നമ്മള് ഉണ്ടാക്കി വരുമ്പോ കടുവറുക്കുന്ന വെർഷനും ഒരു പീസും കൂടെ കഴിച്ചേക്കാം. എനിക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ചാസ് കുടിക്കണം തോന്നണം. പക്ഷെ ഐ ഓൺലി ഈറ്റ് കൊറിയൻ ഫുഡ് ആയിരുന്നോണ്ട് ഞാൻ വേറെ ഒന്നും കഴിക്കണം കുടിക്കണമൊന്നുമില്ല. എനിക്ക് ഇച്ചിരി മോര് കുടിച്ചാൽ മതിയേ അങ്ങനത്തെ ഒരു ഇതാ തന്നെ. നമ്മള് മാക് ബർഗർ കഴിച്ചില്ലേ, സോ അതിന് ഞാൻ റേറ്റ് ചെയ്യാണ് 7 out of 10. ഈ ഒരു ടോക്ബോക്കി ഇതും ഒരുമാതിരി 7.5 to 8 out of 10. എനിക്ക് വലിയ കാര്യമൊന്നും തോന്നിയില്ല കേട്ടോ ഇത്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ കൊറിയൻ ഫുഡ് ചാലഞ്ച്. ഞാൻ thoroughly എൻജോയ് ചെയ്തു. സോറി ചാലഞ്ച് ആയിരുന്നു ഗൈസ്. ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തു കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഏത് ഫുഡ് ചാലഞ്ച് ചെയ്യണം ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നോർമലി ഏത് ഫുഡ് ബ്ലോഗ് ചെയ്യണം അതും പറയാം. അപ്പോ വേഗം തന്നെ വ്ളോഗിനെ ലൈക്ക് ചെയ്യുക ആൻഡ് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ബ്ലോഗ് അല്ലെങ്കിൽ ഫുഡ് ചാലഞ്ച് വെച്ച് നമുക്ക് വേഗം തന്നെ ക്യാപ്ചർ ചെയ്യാൻ. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പപ്പലു. Bye bye.